എല്ലാവർക്കും ഇരിക്കാം. ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന ഒരു വാക്യം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പ്രാർത്ഥന. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, 2025 വർഷത്തിന്റെ ആദ്യ വിശുദ്ധ ദിവസത്തിൽ ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് ഞങ്ങളുടെ ഉടമ്പടികളെ ഒന്നുകൂടെ പുതുക്കി ദൈവസന്നിധിയിൽ വിശുദ്ധ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ അവിടെ നിന്ന് നൽകുന്ന ആശ്വാസത്തിന്റെ വചനങ്ങൾ ഈ ഒരു വർഷകാലം മുഴുവനും ദൈവഭയത്തോടെ ജീവിക്കാൻ, ദൈവികമായ ബന്ധത്തിലായിരിക്കാൻ, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപ അനുഭവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. വചനത്തിലൂടെ ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഈ പ്രിയ ജനത്തോടും എന്നോടും മനസ്സറിഞ്ഞ് അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപയാണ് നല്ല ചിന്തകളിലൂടെ ദൈവത്തെ ഭക്തീകരിക്കാൻ സഹായിക്കണം. അടിയങ്ങളുടെ മേൽ ദൈവ കൃപ വ്യാപരിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിച്ചാലും യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ ദൈവത്താൽ അനുഗ്രഹീതമായ ഒരു വിശുദ്ധ ആരാധനയിലൂടെ ദൈവത്തെ ആരാധിക്കുകയും മഹത്വീകരിക്കുകയും ദൈവസന്നിധിയിൽ വിനയത്തോടുകൂടി അയക്കുകയും ചെയ്യുന്ന പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിച്ച് സമ്പൽ സമൃദ്ധവും ദൈവിക അനുഗ്രഹപ്രദവുമായ ഈ വർഷം ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്താൽ അനുഗ്രഹീതമായ 2025 വർഷത്തിന്റെ ആദ്യ വിശുദ്ധ ദിവസത്തിൽ നാം ദൈവസന്നിധിയിലായിരിക്കും. 2024 വർഷം നമ്മൾക്ക് കടന്നുപോയി. പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചു. ജീവിതത്തിന്റെ പഴമകളെ പലതിനെയും ഉപേക്ഷിക്കുകയും എങ്കിലും ചിലതൊക്കെ ബോധപൂർവം മുഴുവൻ പിടിച്ച് നാം ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ചില മാനുഷിക ബന്ധങ്ങൾക്ക് എന്തെങ്കിലും കോട്ടകൾ സംഭവിക്കുകയോ പഴകി പോകുകയോ ജീർണിക്കുകയോ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ദൈവവുമായുള്ള നമ്മുടെ ആത്മീയ ബന്ധത്തിലും ഈ ജീർണതകളും അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടലുമൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നും നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ദൈവവും ദൈവവചനവും ഒരിക്കലും അത് പഴയതാകുന്നില്ല, അത് ജീർണിച്ചു പോകുന്നില്ല. അത് എന്നും പുതുമയോടെ ഒരു മാറ്റവുമില്ലാതെ വളരെ ശക്തമായി ഇന്നും ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം മാറ്റമില്ലാത്തവനാണ്, അനന്യനാണ്. ദൈവം വിശുദ്ധനാണ്, അനശ്വരനാണ്, ആദിയും അന്തവും ഇല്ലാത്തവനുമാണ്. അപ്പോൾ ഇപ്രകാരമുള്ള സർവശക്തനായ ദൈവത്തിന് ദൈവത്തിന്റെ ഉടമ്പടിയിൽ നിന്നും വ്യതിചലിക്കേണ്ടതായ ഏതൊരു കാര്യവുമില്ല. എന്നാൽ മനുഷ്യൻ തൻ്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചും തൻ്റെ മനോഭാവങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും ദൈവവുമായുള്ളതായ ബന്ധത്തിൽ പലവിധമായിരിക്കുന്ന തകർച്ചകളും ജീർണതകളും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ വർഷത്തിന്റെയും ആദ്യ വിശുദ്ധ ദിവസത്തെ ഒരു ഉടമ്പടി ഞായറായി ദൈവത്തെ ആരാധിക്കുവാനായി സഭ കലണ്ടർ അനുസരിച്ച് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നാം എല്ലാവരും ഓരോ വർഷത്തിന്റെയും പ്രാരംഭങ്ങളിൽ ചില തീരുമാനങ്ങളും ചില പ്രതിഷ്ഠകളും എടുക്കുന്നതാണ്. ചിലരുടെ തീരുമാനങ്ങളും പ്രതിഷ്ഠകളും എന്ന് പറയുമ്പോൾ
പുതിയ കുപ്പിയിൽ പഴയ മരുന്ന് ഒഴിച്ചു വയ്ക്കുന്നത് പോലെ ഉപരിപ്ലവമായ മാറ്റങ്ങളല്ലാതെ ആന്തരികമായ പരിവർത്തനങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ വർഷത്തെ നമ്മുടെ ഈ ഉടമ്പടി ആരാധനയിലൂടെ ആന്തരികമായ ഒരു പരിവർത്തനമാണ് നാം ആഗ്രഹിക്കേണ്ടത്. 2025 വർഷത്തിന്റെ ചവിട്ടുപടിയിൽ കയറി നിന്നുകൊണ്ട് നാം ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുകയാണ്. ഇവിടെ ദൈവവുമായുള്ള നമ്മുടെ ഉടമ്പടി ബന്ധത്തെ കുറിച്ച് ഒന്ന് നാം ചിന്തിക്കുന്നത് വളരെ അനുഗ്രഹീതമായ ഒരു അനുഭവമാണ്. നമ്മുടെ ഉടമ്പടി ബന്ധങ്ങൾ പുതുക്കുവാൻ ചില മനോഭാവങ്ങൾ നമുക്ക് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, നാം ഇന്ന് ഒരു പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് ഉടമ്പടിയെ ഒന്നുകൂടെ പുതുക്കുമ്പോൾ എങ്ങനെ നമുക്ക് ദൈവവുമായുള്ളതായ ആ ഉടമ്പടിയിൽ നിലനിൽക്കുവാനായിട്ട് കഴിയും എന്നുള്ളത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ വർഷവും നാം ഉടമ്പടികൾ ദൈവവുമായി ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ അതെല്ലാം മറക്കുന്നു. പഴയതിനും അതേ ഹീനമായ രീതിയിൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുന്നു. എന്നാൽ ഈ വർഷം കുറച്ചുകൂടെ ഒരു തീരുമാനത്തോടുകൂടെ നാം ഇന്ന് എടുത്തിരിക്കുന്ന ഉടമ്പടി, നാം ഇന്ന് പ്രവേശിച്ചിരിക്കുന്ന ദൈവവുമായുള്ളതായ ആ ഒരു ഉടമ്പടി ബന്ധം ഈ ഒരു വർഷകാലം മുഴുവനും നമുക്ക് എങ്ങനെ നിലനിർത്തുവാനായിട്ട് കഴിയും എന്നുള്ള ചിന്തകളാണ് ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഒന്നാമത്, വിശ്വാസത്താലുള്ള ഒരു ബന്ധം നാം വളർത്തിയെടുക്കേണ്ടതായിരുന്നു. നാം ഇന്ന് പാഠമായി വായിച്ച പഴയ നിയമ ഭാഗം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. തനിക്ക് പരിചയമുള്ള സ്ഥലവും തനിക്ക് പരിചയമുള്ള ചുറ്റുപാടുകളും തന്റെ പിതൃജനവും ചാർച്ചക്കാരെയും വിട്ട് ദൈവ വിളി അനുസരിച്ച് യാത്ര ചെയ്യുവാനായി ദൈവം അബ്രഹാമിനോട് അരുളപ്പാട് നൽകുകയാണ് ചെയ്യുന്നത്. എബ്രായരുടെ ലേഖനം 11-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, ദൈവവിളി അനുസരിച്ച് അബ്രഹാം എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ദൈവവിളി അനുസരിച്ച അബ്രഹാം എവിടേക്ക് പോകുന്നു എന്ന് ലക്ഷ്യമില്ലാതെ യാത്ര പുറപ്പെടുകയാണ്. ഇവിടെ നമുക്കിതിന് വേണമെങ്കിൽ ലക്ഷ്യമില്ലാത്ത ഒരു ജീവിതയാത്ര എന്ന് പറയാം. പക്ഷേ മാനുഷിക ബുദ്ധി കൊണ്ട് നമുക്കിതിനെ വിട്ടിത്തമെന്ന് വേണമെങ്കിൽ പറയുവാനും സാധിക്കും. ഇവിടെ ലക്ഷ്യമില്ലാതെ ഉള്ള ഒരു യാത്ര അബ്രഹാമിന്റെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം ദൈവവിളി അവൻ അനുസരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടേതായ ജീവിതവും ദൈവവുമായുള്ള വിശ്വാസത്താലുള്ള ഒരു ബന്ധം ഈ നാടുകളിൽ അനിവാര്യമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഉടമ്പടി ബന്ധങ്ങളിൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിയണമെങ്കിൽ ദൈവവുമായുള്ള വിശ്വാസത്താലുള്ള ഒരു ആത്മീയ ബന്ധത്തിൽ നാം നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ അബ്രഹാം ദൈവത്തിന്റെ അരുളപ്പാട് അനുസരിക്കുകയാണ്. എവിടേക്ക് പോകണമെന്ന് അബ്രഹാമിനോട് ദൈവം പറയുന്നില്ല. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്, താൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരിടത്തേക്ക്, തന്റെ ബന്ധുക്കളും സ്നേഹിതരും ചാർച്ചക്കാരെയും താൻ ഇതുവരെയും ജീവിച്ചതായ ആ ഇടത്തിൽ നിന്നുമുള്ളതായ ഒരു യാത്ര തിരിക്കലാണ് നമുക്കിവിടെ കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ അബ്രഹാമിന്റെ ജീവിതത്തിൽ താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് അബ്രഹാം യാത്ര ചെയ്യുന്നു. അപ്പോൾ അബ്രഹാമിന്റെ ഈ ജീവിതയാത്ര ദൈവവുമായുള്ള ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധത്തിലൂടെ ഉരുത്തിരിഞ്ഞതാണ്. നമുക്കറിയാം, ആരെങ്കിലും നമ്മോട് എന്തെങ്കിലും ഉപദേശിച്ചാൽ നാം ആലോചിക്കും. ഇവിടെ അബ്രഹാമിനോട് ദൈവം പറയുന്നത് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്നുള്ളതാണ്. ഇങ്ങനെ പോകുവാൻ അബ്രഹാമിനെ പ്രേരിപ്പിച്ചത് ദൈവത്തിലുള്ള അബ്രഹാമിന്റെ അടിയുറച്ച വിശ്വാസമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ ഒരു ജീവിത യാഥാർത്ഥ്യമുണ്ട്. അബ്രഹാം
യാത്ര പുറപ്പെടുന്നു. അബ്രഹാം യാത്ര ചെയ്ത ഓരോ സ്ഥലങ്ങളിലും ദൈവവുമായുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവം. അപ്പോൾ താൻ വിശ്വസിച്ച ദൈവവുമായുള്ള ഒരു ബന്ധത്തെ ദിനംതോറും പുതുക്കുന്ന ഒരു അനുഭവം അബ്രഹാമിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യഹോവയാകുന്ന ദൈവത്തിന്റെ അരുളപ്പാട് അനുസരിച്ചുകൊണ്ട് അബ്രഹാം ഇവിടെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരു തിരിഞ്ഞു നോട്ടം ഇവിടെ ആവശ്യമായിരിക്കും. പ്രിയപ്പെട്ടവരെ, നാം വിശ്വസിച്ച് നാം ആരാധിക്കുന്ന ദൈവവുമായുള്ള ഈ വിശ്വാസത്താലുള്ള ഒരു ബന്ധം നാം വളർത്തുന്നുണ്ടോ? ഈ ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിലും ക്ഷയിച്ചു പോകുന്നുണ്ടോ? അബ്രഹാമിന്റെ ജീവിതത്തിൽ വിശ്വാസത്താലുള്ള ദൈവിക ബന്ധം പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി അബ്രഹാം എങ്ങോട്ടെല്ലാം യാത്ര ചെയ്യുന്നുവോ, എവിടെയെല്ലാം കൂടാരം അടിക്കുന്നുവോ, അവിടെയെല്ലാം യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുന്ന ഒരനുഭവം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും 2025 വർഷത്തിന്റെ പ്രാരംഭ ദിവസത്തിൽ ദൈവം നമ്മോട് പറയുന്നുണ്ട്, യാത്ര തുടരുവാൻ. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യുവാനാണ് ദൈവം നമുക്ക് കൽപ്പന നൽകിയിരിക്കുന്നത്. മാനുഷിക ബുദ്ധി കൊണ്ട് നാം മുൻപോട്ട് നോക്കുമ്പോൾ നിരാശകളാണ്. എങ്ങനെ യാത്ര ചെയ്യുവാനായിട്ട് കഴിയും, ഏത് വിലയെത്തും, എങ്ങനെയായി തീരും എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നു. എന്നാൽ വിശ്വാസത്തോടുകൂടെ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, ആ ദൈവവുമായുള്ള വിശ്വാസത്തിന്റെ ബന്ധത്തിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്നവർക്ക് അതെ, ഈ ജീവിതയാത്രയിൽ ദൈവം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ആ ദൈവവുമായുള്ള വിശ്വാസത്തിലുള്ള നമ്മുടെ ബന്ധത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിയണമെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു മനോഭാവത്തിലേക്ക് നാം വളരേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പഴയ തലമുറയുടെ കാലങ്ങളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കണം. അതേ, എല്ലാ ഞായറാഴ്ചകളിലും വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവാലയത്തിലേക്ക് ഓടുന്ന അനുഭവങ്ങൾ, അവരുടെ കണ്ണുനീരുകളും നിലവിളികളും ദൈവസന്നിധിയിലെത്തി അവരുടെ വിശ്വാസം അവരുടെ തലമുറകളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അബ്രഹാമിനെ കുറിച്ച് ഇവിടെ ദൈവം പറയുന്നത് നമുക്കറിയാമല്ലോ. അബ്രഹാമേ, നീ ഒരു അനുഗ്രഹമായിരിക്കും, നീ മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്നെ ആരെല്ലാം അനുഗ്രഹിക്കുന്നുവോ അവരെല്ലാം ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ആരെല്ലാം ശപിക്കുന്നുവോ അവരെല്ലാം ഞാൻ ശപിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ ദൈവവുമായുള്ള ഒരു ആത്മീയ ബന്ധത്തിൽ നാം നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. ഈ വിശ്വാസ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന ആത്മീയ ഘടകമാണ് ആരാധന എന്ന് പറയുന്നത്. ദൈവത്തെ ആരാധിക്കുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് പരിപോഷിപ്പിക്കുവാനായിട്ട് കഴിയും. എല്ലാ വിശുദ്ധ ദിവസങ്ങളിലും ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് എന്റെ ആയുസ്സിന്റെ ഉടയവൻ, എന്നെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം, എനിക്കൊരു കുടുംബജീവിതം നൽകിയ ദൈവം, തലമുറകളെ നൽകിയ ദൈവം, ആ ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദിയോടുകൂടെ കടന്നു വന്ന് ദൈവത്തിലുള്ള വിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ദൈവവുമായുള്ള ആ ബന്ധം സ്ഥാപിക്കുന്ന ആത്മീയ ആരാധനയിലേക്ക് നാം കടന്നു വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടേതായ വിശ്വാസത്തിന്റെ യാത്ര എന്ന് പറയുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താലുള്ള യാത്രയാണ്. കാഴ്ചയിലൂടെയുള്ള യാത്രയിൽ അബ്രഹാം ഒരിക്കലും ഇറങ്ങിത്തിരിക്കില്ല. അബ്രഹാമിന് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ എന്ന് പറയുമ്പോൾ ഒരു സംശയവുമില്ലാതെ ഇവിടെ അബ്രഹാം ഇറങ്ങിത്തിരിക്കുന്നത് ആ യാത്ര ചെന്നെത്തുന്നത് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത ലക്ഷ്യം ഇത് തന്നെയാണ്. നാം യാത്ര ചെയ്ത് 2025 വർഷത്തിന്റെ ആരംഭ ദിവസത്തിൽ നാം എത്തി നിൽക്കുകയാണ്. ഇവിടെ നാം ദൈവവുമായുള്ളതായ വിശ്വാസത്തെ പുതുക്കേണ്ടതായ ഒരു അനുഭവമാണ്. അല്ലെങ്കിൽ നാം ദൈവവുമായുള്ള വിശ്വാസത്തിൽ തകർന്നിരിക്കുന്ന ബന്ധങ്ങളെ ഒരു ഉടമ്പടിയിലൂടെ പുനഃസ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. ദൈവവുമായുള്ള വിശ്വാസത്താലുള്ള ബന്ധത്തെ പരിപോഷിപ്പിക്കുവാൻ ദൈവത്തെ ആരാധിക്കുന്ന ആരാധന സമൂഹമായി നാം മാറ്റപ്പെടണം.
ദൈവവുമായുള്ള ആ ഒരു വിശ്വാസ ബന്ധത്തിൽ നിലനിൽക്കുവാൻ പ്രാർത്ഥനാ നിരതമായ ഒരു ജീവിതം നാം നയിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നാമത് നമ്മുടെ ഉടമ്പടികളെ നാം പുതുക്കുമ്പോൾ ദൈവവുമായുള്ള വിശ്വാസത്താലുള്ള ബന്ധം നാം ഇന്ന് പുനഃസ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. അബ്രഹാം എവിടെയെല്ലാം യാത്ര ചെയ്തുവോ അവിടെയെല്ലാം ദൈവത്തിന് കൂടാരം അടിച്ച് അത് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചതുപോലെ നമ്മുടെ ജീവിതയാത്രയിൽ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയിൽ എല്ലാ വിശുദ്ധ ദിവസങ്ങളിലും ദൈവവുമായുള്ള വിശ്വാസത്താലുള്ള ബന്ധം പുതുക്കുന്നതിന് വേണ്ടി ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും ഈ 2025 വർഷം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമേറിയ അനുഭവം തന്നെയായിരിക്കും. രണ്ടാമത്തെ ചിന്ത ക്രിസ്തുവിനോടുള്ള ബന്ധം എന്നുള്ളതാണ്. അപ്പോൾ ദൈവവുമായുള്ള വിശ്വാസത്താലുള്ള ഒരു ബന്ധത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോൾ ക്രിസ്തുവുമായുള്ള ഒരു കൂട്ടായ്മയിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയും. നാം ഇന്ന് പാഠമായി വായിച്ച കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവവചനം നമുക്ക് നൽകുന്ന ഒരു ആലോചന യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അതിന്റെ 7-ാം വാക്യം വിശ്വാസത്തിൽ ഉറച്ചിരിപ്പിൻ എന്നുള്ളതാണ്. അപ്പോൾ ദൈവവുമായുള്ള ഒരു വിശ്വാസത്തിൽ ഉറച്ചിരിക്കണമെങ്കിൽ യേശുക്രിസ്തുവുമായുള്ള ഒരു കൂട്ടായ്മ ബന്ധത്തിൽ നാം നിലനിൽക്കേണ്ടതാണ്. അപ്പൊ യേശുവിനോടുള്ള ബന്ധം നിലനിർത്തുവാനാണ് ആരാധനയിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നമ്മുടെ ജീവിതത്തെ ഒരു രൂപാന്തരത്തിന്റെ അനുഭവങ്ങളിലൂടെ നയിക്കുമ്പോൾ നമുക്ക് അതിന് സാധ്യമാകുന്നു എന്നുള്ളതാണ്. ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്ന് പലപ്പോഴും ദൈവവുമായുള്ള കൂട്ടായ്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ? ദൈവവുമായുള്ള കൂട്ടായ്മയിൽ യേശുക്രിസ്തുവുമായുള്ള ആ ഒരു ബന്ധത്തിൽ നമുക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ എന്നൊക്കെ നാം ഒന്ന് സ്വയം ശോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. 2025 വർഷത്തിന്റെ ആരംഭ വിശുദ്ധ ദിവസത്തിൽ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഈ ഒരു വർഷം മുഴുവനും നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയണം. ക്രിസ്തുവുമായുള്ള ഒരു ഉടമ്പടിയിലേക്ക് നാം പ്രവേശിക്കേണ്ടതുണ്ട്. ക്രിസ്തുവിനോടുള്ള ഈ ഉടമ്പടിയിൽ നാം ജീവിക്കുമ്പോൾ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ദൈവം നമ്മെ ജീവപര്യന്തം വഴി നടത്തി നാം പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക്, ആ സ്വർഗീയ ഭവനത്തിലേക്ക് എത്തുവോളം ദൈവം നമ്മോടുകൂടെ ഇരിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇന്നത്തെ ആധുനിക മനുഷ്യൻ യേശുക്രിസ്തുവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നിന്നും ലോകത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നുവോ? എന്നാൽ പ്രിയമുള്ളവരെ, ഇതൊരു മടങ്ങി വരവിന്റെ കാലഘട്ടമാണ്. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നാം നിലനിൽക്കുന്നുവെങ്കിൽ 2025 വർഷം ദൈവം നമുക്ക് ആശ്വാസം നൽകുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന അനുഗ്രഹീതമായ ഒരു വർഷമായിരിക്കും. മൂന്നാമത്തെ ചിന്ത ആശ്വാസം നൽകുന്ന ബന്ധം എന്നുള്ളത് തന്നെയാണ്. ഇന്ന് നാം പാഠമായി വായിച്ച സുവിശേഷ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവിനെ സ്വീകരിക്കാത്തതായ ചില ഗ്രാമങ്ങളിലും പട്ടണങ്ങളും യേശു സന്ദർശിച്ച് അവയെ ശാസിച്ചതിന് ശേഷം യേശു തന്റെ പിതാവിനെ വിളിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ റബിമാരും പുരോഹിതന്മാരും യേശുവിനെ തള്ളിപ്പറഞ്ഞു. സമൂഹത്തിലെ അധ്വാനിക്കുന്ന ജനവിഭാഗം, ദാരിദ്ര്യ ജനം യേശുവിനെ മെശിഹയായി അംഗീകരിച്ചു. യേശുവിനെ സ്വീകരിച്ച പുരുഷാരത്തെ യേശു ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഇപ്രകാരം പറയുകയാണ്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇവിടെ യേശു പറയുന്ന ആശ്വാസത്തിന്റെ അനുഭവങ്ങൾ, അതേ പ്രിയമുള്ളവരെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നുള്ളതാണ്. അതേ
അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്, ഭാരം ചുമക്കുന്ന ജനത്തിന് ആശ്വാസം നൽകുന്ന ഒരു പുതിയ ബന്ധത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. യേശു തന്നിൽ വിശ്വസിക്കുന്ന ജനത്തോട് പറയുന്നത്, നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതേ പ്രിയമുള്ളവരെ, നാം ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നത് ഈ 2025 വർഷം സർവശക്തനായ ദൈവത്തോടൊപ്പം വിശ്വാസത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിച്ച് യേശു ക്രിസ്തുവുമായുള്ള ഒരു കൂട്ടായ്മയിൽ വസിക്കുവാനാണ്. ആ ഒരു കൂട്ടായ്മ ബന്ധം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ഈ ലോക ജീവിതയാത്രയിൽ ദൈവം നമുക്ക് ആശ്വാസം നൽകാമെന്ന് അരുളി ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ലോകം തരാത്ത സമാധാനം നമുക്ക് നൽകാമെന്ന് അരുളി ചെയ്തവനാണ് കർത്താവായ യേശു. ആരും നൽകാത്ത സമാധാനം നമുക്ക് നൽകാമെന്ന് യേശു അരുളി ചെയ്തുവെങ്കിൽ ആ യേശുവുമായുള്ള വിശ്വാസത്താലുള്ള ബന്ധം ഒന്നുകൂടെ പുനഃസ്ഥാപിച്ച് ഒരു പുതിയ ഉടമ്പടിയിലൂടെ പുതുക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് നാം കടന്നു വരുന്നുവെങ്കിൽ ഇവിടെ യേശു തമ്പുരാൻ പറയുന്നു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതേ പ്രിയമുള്ളവരെ, ആശ്വാസമില്ലാത്ത ഒരു ലോകത്തിൽ ആശ്വാസപ്രദനായ ദൈവം ഈ പുതുവർഷത്തിന്റെ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ നമുക്ക് നൽകുന്ന അതേ ആശ്വാസത്തിന്റെ അനുഭവമാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നുള്ളത്. നാം ഇന്ന് യേശുവിന്റെ അടുക്കലേക്ക് ഹൃദയംഗമായി കടന്നു വരേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപരിപ്ലവമായ ഒരു പുതുക്കത്തോടുകൂടെയല്ല, ആന്തരികമായ ഒരു പരിവർത്തനത്തോടുകൂടെ. അത് ഈ 2025 വർഷം ഞാൻ എൻ്റെ യേശുവിനോടൊപ്പം ജീവിക്കും. എൻ്റെ യേശുവുമായുള്ള ബന്ധം അത് ഞാൻ പുനഃസ്ഥാപിക്കും. യേശുവുമായുള്ള കൂട്ടായ്മയിൽ ആരാധനയിലൂടെയും പ്രാർത്ഥനകളിലൂടെയും എൻ്റെ ജീവിതത്തെ ഞാൻ മുന്നോട്ട് നയിക്കും. അപ്പോൾ ആശ്വാസപ്രദനായ ദൈവം എനിക്ക് ആശ്വാസം നൽകും എന്നുള്ള ഒരു വിശ്വാസം അനുഭവപ്പെടുത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ മത്തായി 11-ാം അധ്യായത്തിന് 29-ാം വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ ദുഃഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്താം. ആശ്വാസമില്ലാത്ത ലോകത്ത് ആശ്വാസം തേടി നെടുവേർപ്പെടുന്ന പ്രിയമുള്ളവരെ, ആശ്വാസത്തിന്റെ ഉറവിടമായിരിക്കുന്ന ദൈവം ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ നമുക്ക് ആലോചന നൽകുന്നു. അത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമാണുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അത് ഈ 2025 വർഷം ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി കുടുംബ ജീവിതത്തിൽ വിശ്വസ്തയോടും ദൈവഭയത്തോടും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തും ചെയ്തിടാത്ത കാര്യങ്ങൾ ഉപേക്ഷിച്ചു ദൈവഭയത്തോടുകൂടെ കുടുംബ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകി കുടുംബ ജീവിതത്തിന്റെ പവിത്രതകൾ കാത്തു സൂക്ഷിച്ചു എല്ലാ വിശുദ്ധ ദിവസങ്ങളിലും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവവുമായുള്ള വിശ്വാസത്താലുള്ള ബന്ധം പുനഃസ്ഥാപിച്ച് ദൈവവുമായുള്ളതായ ആരാധനയുടെ അനുഭവത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസ്ഥാനത്തിൽ സമർപ്പിക്കുന്നുവെങ്കിൽ ആശ്വാസത്തിന്റെ ഉറവിടമായിരിക്കുന്ന ക്രിസ്തു ഈ 2025 വർഷത്തിൽ ആശ്വാസദായകനായി നമ്മോടുകൂടെ ഇരുന്നു സകല അനുഗ്രഹങ്ങൾ നൽകി സമ്പൽ സമൃദ്ധമായ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മുടെ തലമുറകളെ നാം ആഗ്രഹിക്കുന്നതിലും അപ്പുറമായി ദൈവം അനുഗ്രഹിച്ച് നന്മ നിറഞ്ഞ ജീവിത അനുഭവങ്ങളിലേക്ക് വഴി നടത്തും. അവൻ അനുഭവങ്ങളിലേക്ക് പ്രവേശിപ്പാൻ നാം എടുത്തിരിക്കുന്ന ഉടമ്പടിയെ ഒന്നുകൂടെ പുതുക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തി വാസ്തവമായി ഹൃദയങ്ങളിൽ യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ കുറിച്ച് ഒരു പുതുക്കത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് ഈ വർഷം യേശുവുമായുള്ള ഒരു വിശ്വാസത്താലുള്ള ബന്ധത്തിൽ ഞാനായിരിക്കും. ഈ വർഷം യേശുവുമായുള്ള കൂട്ടായ്മ ആചരിക്കുന്ന ആരാധനകൾക്ക് ഞാൻ പ്രാധാന്യം നൽകും. ആ യേശു ആശ്വാസത്തിന്റെ ഉടയവനാണ്, നമ്മുടെ ജീവപര്യന്തം വഴി നടത്തുവാൻ ശക്തനുമാണ്. ആ ദൈവസ്ഥാനത്തെയും
ഉടമ്പടികളെ ഒന്നുകൂടെ പുതുക്കാം. 132 പുറം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം തന്റെ ജനത്തോട് ചെയ്തിട്ടുള്ള ഉടമ്പടിയിൽ നമ്മുടെ ഭാഗം ഇപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ നാം പുതുക്കുകയും ക്രിസ്തുവിന്റെ മുഖം നമുക്ക് ഏൽക്കുകയും ചെയ്യാം. അവിടുത്തെ മുഖം ഏൽക്കുക എന്നതിന് അവിടുന്ന് തന്നെ നമ്മുടെ സ്ഥാനവും വേലയും നിർണയിക്കുകയും അവിടുന്ന് മാത്രം നമ്മുടെ പ്രതിഫലം ആയിരിക്കുകയും ചെയ്യുന്നതിൽ നാം പൂർണ്ണ സംതൃപ്തരാണെന്നത്രേ അർത്ഥം. ക്രിസ്തുവിന് പല സേവനങ്ങളും നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ചിലത് എളുപ്പമുള്ളവയും മറ്റു ചിലത് പ്രയാസമുള്ളവയുമാണ്. ചിലത് മാനമുള്ളതും മറ്റു ചിലത് നിന്ന കൈവരുന്നവയുമാകുന്നു. ചിലത് നമ്മുടെ സ്വാഭാവിക അഭിലാഷങ്ങൾക്കും ഭൗതിക താല്പര്യങ്ങൾക്കും അനുയോജ്യവുമായിരിക്കും. എന്നാൽ മറ്റു ചിലത് ഇവ രണ്ടിനും വിപരീതവുമായിരിക്കും. ചിലതിൽ നമുക്ക് ക്രിസ്തുവിനെയും നമ്മെ തന്നെയും പ്രസാദിപ്പിക്കുവാൻ സാധിച്ചേക്കാം. മറ്റു ചിലതിൽ നമ്മെ തന്നെ ത്യജിക്കാതെ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ നമ്മെ ശക്തീകരിക്കുന്ന ക്രിസ്തുവിന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനുള്ള കഴിവ് ദൈവം നിശ്ചയമായി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ഉടമ്പടി നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും പിന്മാറിപ്പോകാതിരിക്കുവാൻ അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്യാം. ഇപ്രകാരമുള്ള ഒരുക്കത്തോടുകൂടി നമുക്കിപ്പോൾ മുട്ടുകുത്തി ദൈവകൃപയിൽ പരമാർത്ഥമായി ആശ്രയിച്ചുകൊണ്ട് തന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മെ തന്നെ പുതുതായി സർവശക്തനായ ദൈവത്തിന് കീഴ്പ്പെടുത്താൻ എല്ലാവരും മുട്ടിന്മേൽ നിന്നുകൊണ്ട് ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ. അവിടുത്തെ ആശ്വാസം എൻ്റെ ഹൃദയങ്ങളിൽ പകർന്നു. അത് പാലത്തേന് ഒഴുകുന്ന കനാൻ ദേശത്തിലേക്കുള്ള എൻ്റെ ജീവിതയാത്രയിൽ അവിടെ നിന്നോടുകൂടെ ഇരുന്ന് എന്നെ വഴി നടത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ നമുക്ക് അനുഭവിക്കാം. അനേക പ്രാവശ്യം നാം ദൈവസന്നിധിയിൽ ഉടമ്പടികളെ പുതുക്കിയവരാണ്. വീണ്ടും വീണ്ടും വ്യതിചലിക്കുകയും പാപത്തിന്റെ ബന്ധനങ്ങളിൽ അകപ്പെട്ടു പോവുകയും ചെയ്തു. വീണ്ടും ഒരവസരത്തിലൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. 2025 വർഷത്തിന്റെ പ്രാരംഭ വിശുദ്ധ ദിവസം നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ യേശുവുമായുള്ള വിശ്വാസത്താലുള്ള ബന്ധം ഒന്നുകൂടെ പുനഃസ്ഥാപിക്കണം. യേശു ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്ക്, ആരാധനയുടെ അനുഗ്രഹീത അനുഭവങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ ആശ്വാസം നൽകാം എന്ന് യേശു നമുക്ക് നൽകുന്നില്ല. ആ ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും നമ്മെ തന്നെ വിലയപ്പെടുത്തി ഓരോ വ്യക്തി ജീവിതങ്ങളും അവനവന്റെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി കുറവുകളെ അനുഭവിച്ച് യേശു നായക എന്നോട് കരുണ തോന്നണമേ, ആശ്വാസത്തിന്റെ ഉറവിടമേ, എന്നെ ആശ്വസിപ്പിക്കണമേ എന്ന മനോഭാവത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ കാരുണ്യാന്തരമായ ഉടമ്പടിയിൽ പങ്കാളികളായി തീരുന്നതിന് ക്രിസ്തുവിലൂടെ ഞങ്ങൾ വിളിച്ചിരിക്കുന്ന കർത്താവായ ദൈവമേ, പരിശുദ്ധ പിതാവേ, അങ്ങയോടുള്ള സ്നേഹത്താൽ അങ്ങയുടെ പൂർണ്ണഹിതം അന്വേഷിക്കുകയും നിവർത്തിക്കുകയും ചെയ്യുന്നവരായി ഞങ്ങൾ ഇപ്പോൾ അനുസരണത്തിന് മുഖം സന്തോഷത്തോടുകൂടെ ഏറ്റുകൊള്ളുന്നു. ഇനിയും ഞങ്ങൾ ഞങ്ങൾക്കുള്ളവരല്ല, അങ്ങേക്കുള്ളവരല്ലേ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ ഉടമ്പടി ഒന്നുകൂടെ പുതുക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. ഇനിമേൽ ഞാൻ എനിക്കുള്ളവരല്ല, അങ്ങേക്കുള്ളവരല്ലേ. അങ്ങ് ഇച്ഛിക്കുന്ന കാര്യങ്ങൾക്ക് എന്നെ ഏൽപ്പിക്കുക. അങ്ങ് ഇഷ്ടപ്പെടുന്ന ആളുകളോടുകൂടെ എന്നെ ആക്കുക. അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനോ കഷ്ടപ്പെടുന്നതിനോ എന്നെ നിയോഗിക്കുക. അങ്ങേക്ക് വേണ്ടി വേല ചെയ്യുന്നതിനോ അങ്ങേക്ക് വേണ്ടി മാറി നിൽക്കുന്നതിനോ എന്നെ ഉപയോഗിക്കുക. അങ്ങേക്ക് വേണ്ടി ഉയർത്തപ്പെടുകയോ അങ്ങേക്ക് വേണ്ടി താഴ്ത്തപ്പെടുകയോ ചെയ്യുവാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. നിറയപ്പെട്ടവനായോ ഒഴിഞ്ഞവനായോ എല്ലാമുള്ളവനായോ ഒന്നും ഇല്ലാത്തവനായോ ഇരിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വമുള്ള വാഴ്ത്തപ്പെട്ട ദൈവമേ, ഇപ്പോൾ അങ്ങയുടേതും ഞാൻ അങ്ങയുടേതുമായി തീർന്നിരിക്കുന്നു. അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഈ ഭൂമിയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഉടമ്പടി സ്വർഗത്തിൽ സ്ഥിരപ്പെടുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും എഴുന്നേറ്റിരിക്കാം. ഈ സമയം കൊയ്യ ഒരു ഗാനം ആരംഭിക്കും.